ഗുഡ് മോർണിംഗ് ആൾ. എക്കണോമിക്സിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സെഷനിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും ദി ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക കൺസ്യൂമർ ഒപ്റ്റിമം, അങ്ങനെ പല രീതിയിലും ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇത്. അപ്പം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ളൊരു പോയിന്റിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇത് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചും കൂടി ടേംസ് ഫെമിലറൈസ് ചെയ്യാനായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതായത് കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിലോട്ട് എത്താനായിട്ട് നമുക്ക് കുറച്ചും കൂടി ടേംസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺസെപ്റ്റ്സ് അറിയണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. അതായത് നമ്മുടെ കൺസ്യൂമർ ബഡ്ജറ്റ്. ഓക്കെ, എന്താ കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു കൺസ്യൂമറിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മണി ഇൻകത്തിനെയാണ് കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ അസ്യൂം ചെയ്യേണ്ടത് എന്താ, നമ്മളിപ്പോൾ എല്ലാ എക്സാമ്പിളിലും നമ്മൾ അസ്യൂം ചെയ്യണ മെയിൻ ആയിട്ടുള്ള അസംഷൻ എന്താ, ഇക്കോണമിയിൽ രണ്ട് ഗുഡ്സേ ഉള്ളൂ എന്നാണ്. അതായത് ഗുഡ് 1 ആൻഡ് ഗുഡ് 2, അങ്ങനെ രണ്ട് ഗുഡ്സ് ആണ് നമ്മൾ മെയിൻലി അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഗുഡ്സും വാങ്ങാനായിട്ട് കൺസ്യൂമറിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മണി ഇൻകത്തിനെയാണ് കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ അവൈലബിൾ ടു സ്പെൻഡ് ഓൺ ടു ഗുഡ്സ് ഈസ് കോൾഡ് കൺസ്യൂമർ ബഡ്ജറ്റ്. സി ഗുഡ് 1 ആൻഡ് ഗുഡ് 2, അങ്ങനെ രണ്ട് ഗുഡാണ്. അപ്പോൾ ആ ഗുഡ് പർച്ചേസ് ചെയ്യാനായിട്ട് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം മണി ഇൻകം ഉണ്ടോ അതിനെയാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബഡ്ജറ്റ് സെറ്റ്. അതായത് the set of bundles available to the consumer is called budget set. അതായത് with the available income, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ certain amount ഉണ്ടാവും. ആ അവൈലബിൾ ഇൻകം വെച്ചിട്ട് അയാൾക്ക് എത്ര ബണ്ടിൽസ് അവൈൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക ആ ഒരു കളക്ഷൻ ഓഫ് ബണ്ടിൽസിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ബഡ്ജറ്റ് സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ് that the consumer can buy with her income at the prevailing market price. So ഇപ്പോൾ മാർക്കറ്റിൽ രണ്ട് ഗുഡ്സ് ആണ്, ആ ഗുഡ്സിന് certain മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും. ആ മാർക്കറ്റ് പ്രൈസും അതോടൊപ്പം തന്നെ ആ കൺസ്യൂമറിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻകം, അത് വെച്ചിട്ട് അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റുന്ന എല്ലാ ബണ്ടിൽസും, അതിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത് P1 plus X1 P1 X1 plus P2 X2 is ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമ്മൾ രണ്ട് ഗുഡ്സ് ആണ് ഇവിടെ വാങ്ങുന്നത്, X1 ആൻഡ് X2. ആൻഡ് ഈ P1 ആൻഡ് P2 എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് ഗുഡ്സിന്റെ പ്രൈസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. P1 എന്ന് പറയുന്നത് ഗുഡ് എക്സിന്റെ X1ന്റെ പ്രൈസും P2 എന്ന് പറയുന്നത് ഗുഡ് X2യുടെ പ്രൈസും. അപ്പൊ അവിടെ ആ ഒരു ഇൻഇക്വാലിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ടു എം എന്നല്ല പറയുന്നത്, ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. മോർ ദാൻ ആവാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ എന്താണ് എം എന്ന് പറയുന്നത് എന്താണ് മണി ഇൻകം ആണ്. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻകത്തിനെയാണ് എം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഒരിക്കലും പർച്ചേസ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് വിത്തിൻ ദി മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മുടെ മണി ഇൻകത്തിന് ഈക്വൽ ആവാം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാവാം, ഒരിക്കലും അതിനേക്കാൾ കൂടത്തില്ല. അപ്പൊ അതാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ദിസ് ഇൻഇക്വാലിറ്റി ഇസ് ടേംഡ് ആസ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ കൺസ്യൂമർ ഹു ഹാസ് ₹20. അതായത് ഈ ₹20 എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ മണി ഇൻകം ആണ്. ആൻഡ് ബോത്ത് ദ ഗുഡ്സ് ആർ പ്രൈസ്ഡ് ₹5. അതായത് X1ഉം ഗുഡ് X2ഉം പ്രൈസ് ചെയ്തേക്കുന്നത് ₹5 ആണ്. ആൻഡ് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള അവൈലബിൾ ബണ്ടിൽസ് ആണ് താഴെ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. അതായത് 00, 01, 02, 03, 04, 10, 11, 12, 13, 20, 21, 22, 30, 31, 40. ഇതെല്ലാം എന്താണ് കൺസ്യൂമേഴ്സിന് അവൈൽ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. ആൻഡ് ഈ സെറ്റുകളെല്ലാം എന്താണ് either equal to or less than the available money income. Available money income എന്താണ് ₹20. ആ ₹20 പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ബഡ്ജറ്റ് സെറ്റ്സ് ആണ് അല്ലെങ്കിൽ ബണ്ടിൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബണ്ടിൽസിൽ നിന്ന് ഒരു 5 ബണ്ടിൽസ് എടുത്തു കഴിഞ്ഞാൽ ആ 5 ബണ്ടിൽസ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി മണി ഇൻകം. അതായത് 04 എന്ന് പറഞ്ഞാൽ എന്താണ്
ഗുഡ് x1 0യും ഗുഡ് x2യും 4 ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഗുഡ് x2 4 ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും 4 ഇൻറ്റു അതിൻ്റെ പ്രൈസ് എന്താണ്, പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ 5 റുപ്പീസ് ആണ്. അപ്പോൾ 4 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു എക്സാക്ട്ലി ഈക്വൽ ടു 20. അതേപോലെ തന്നെ അടുത്ത ബണ്ടിൽ 1 3, 1 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് x1, 3 ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് 2, അതായത് 1 ഇൻറ്റു 5 പ്ലസ് എന്താണ് 3 ഇൻറ്റു 5, അത് ഇറ്റ് ഈസ് ഈക്വൽ ടു 20. Next one 2 and 2. Good x1 എന്താണ് 2 quantities, x2 2 quantities. അപ്പോൾ 2 into 5 plus 2 into 5, അത് will be equal to 20. അപ്പോൾ അങ്ങനെ exactly equal to 20 ആവുന്നത് 5 sets ആണ്. ഈ പറഞ്ഞേക്കുന്ന 0 4 1 3 2 2 3 1 and 4 0, ഇത് 5ഉം exactly equal to മണി ഇൻകം ആണ്, ₹20 ആണ്. ആൻഡ് ബാക്കിയുള്ള സെറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ള ബണ്ടിൽസ് എല്ലാം is less than ₹20. ഓക്കെ, അപ്പൊ ഇതാണ് ബഡ്ജറ്റ് സെറ്റിൽ പറയുന്നത്. ആൻഡ് ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈൻ കൺസിസ്റ്റ് ഓഫ് ഓൾ ബണ്ടിൽസ് വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു മണി ഇൻകം ഇസ് കോൾഡ് ബഡ്ജറ്റ് ലൈൻ. അതായത് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഡിമാൻഡ് കർവും അതേപോലെ തന്നെ എല്ലാം പോലെ തന്നെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ആൻഡ് ആ ബഡ്ജറ്റ് ലൈനിൽ ഓരോ പോയിന്റും ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത് റെപ്രസെന്റ് ചെയ്യണത് എന്താണ്? ബണ്ടിൽസ് വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു മണി ഇൻകം. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 0 4 1 3 2 2 3 1 4 0, ഇതെല്ലാം എന്താണ്? ബഡ്ജറ്റ് ലൈനിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മണി ഇൻകം ആണ്. നേരെ മറിച്ച് ബാക്കിയുള്ള ബണ്ടിൽസ് എല്ലാം എന്താണ്? 0 0 0 1 0 2, ഇതെല്ലാം എന്താണ്? ലെസ് ദാൻ മണി ഇൻകം ആണ്. അപ്പോൾ ആ ലൈനിന്റെ ഉള്ളിലായിട്ട് കിടക്കുന്ന പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ഉള്ളിലായിട്ട് കിടക്കുന്ന ബണ്ടിൽസ് ആണ് ബാക്കി എല്ലാ പോയിന്റ്സ്, ബാക്കി എല്ലാ ബണ്ടിൽസും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് ഡയഗ്രാം കണ്ടാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതായത് ഇതിനകത്ത് എക്സ് ആക്സിസിൽ ഗുഡ് 1ഉം വൈ ആക്സിസിൽ ഗുഡ് 2ഉം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ലൈൻ ആണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. BL എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും ബഡ്ജറ്റ് ലൈൻ. ആൻഡ് ഈ ലൈനിൽ ഓരോ പോയിന്റ് റെപ്രസെന്റ് ചെയ്യണത് എക്സാക്ട്ലി ഈക്വൽ ടു ദി മണി ഇൻകം ആണ്. അതായത് ഈ ലൈനിൽ ഈച്ച് ആൻഡ് എവരി പോയിന്റിനകത്ത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു മണി ഇൻകം ആണ്. ഇതിന്റെ താഴെ കിടക്കുന്ന പോയിന്റ്സ്, അതായത് ബിലോ ബഡ്ജറ്റ് ലൈനിലെ പോയിന്റ്സ് എല്ലാം റെപ്രസെന്റ് ചെയ്യണത് എന്താണ്? അതായത് മണി ഇൻകത്തിനേക്കാൾ ലെസ് ആയിട്ടുള്ള ബണ്ടിൽസ്, അതായത് ഇത് അവെയിൽ ചെയ്യാൻ പറ്റും, നമ്മുടെ മണി ഇൻകത്തിനേക്കാൾ കുറവാണ്. നേരെ മറിച്ച് ബിയോണ്ട് ദ ലൈൻ ബഡ്ജറ്റ് ലൈനിലുള്ള പോയിന്റ്സ് എന്താണ്? നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ മണി ഇൻകത്തിനേക്കാളും കൂടുതലായിട്ടുള്ള പോയിന്റ്സ് ആണ് അബവ് ദി ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ PPF പഠിച്ചപ്പോൾ ഉള്ള ആ ഒരു പോയിന്റ്സ് പോലെ തന്നെ PPFനകത്ത് എന്തായിരുന്നു? ആ ഒരു കർവിനകത്ത്, ആ ഒരു കർവ് എന്ന് പറഞ്ഞ ആ പോയിന്റിനകത്ത് വരുന്ന പോയിന്റ്സ് എല്ലാം എന്താണ്? റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ആവുന്ന പോയിന്റ്സ് ആണ് ആ ഒരു കർവിൽ വരുന്നത്. അതിന്റെ ഉള്ളിലോട്ട് വരുന്നത് എന്താണ്? റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാത്തത്. ബിയോണ്ട് വരുന്നത് എന്താണ്? അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത്, അൺഅറ്റൈനബിൾ എന്നാണ്. ആ ഒരു ഇതിൽ തന്നെ, ഒരു ആസ്പെക്റ്റിൽ തന്നെയാണ് ഇതും പറയുന്നത്. ഈക്വൽ ടു ആ പോയിന്റിൽ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ വരുന്നത് ഈക്വൽ ടു മണി ഇൻകം ആണ്. ഉള്ളിൽ വരുന്നത് എന്താണ്? ലെസ് ദാൻ മണി ഇൻകം ആണ്. പുറത്ത് വരുന്നത് മോർ ദാൻ മണി ഇൻകം ആണ്. ഓക്കെ, ഇതാണ് 3 കോൺസെപ്റ്റ് ഇത് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പോയിന്റ്സ് ബിലോ ദ ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ് ബണ്ടിൽ വിച്ച് കോസ്റ്റ് ലെസ് ദാൻ M. ആൻഡ് ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. രണ്ട് ആക്സിസും ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ഉണ്ട്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഉണ്ട്. രണ്ട് ആക്സിസിലും ബഡ്ജറ്റ് ലൈൻ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യാണ്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കത്തില്ല. രണ്ട് ആക്സിസിലും ടച്ച് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇന്റർസെപ്റ്റ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവും. ആൻഡ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അതായത് എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ് എന്താ റെപ്രസെന്റ് ചെയ്യണത്? The bundle that the consumer can buy if she spend entire income on good one. Good one-ൽ മാത്രം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്താണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ് ഉണ്ടാകുന്നത്. എക്സ് ആക്സിസിൽ മാത്രമായിരിക്കും ഇന്റർസെപ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് എൻറ്റയർ ഇൻകം ഗുഡ് 1-ൽ മാത്രം. ഇപ്പൊ 20 ആണെങ്കിൽ അതിനകത്ത് 20 റുപ്പീസും ഗുഡ് 1 വാങ്ങാനായിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുന്നു. നേരെ മറിച്ച് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ദ എൻറ്റയർ ഇൻകം ദ കൺസ്യൂമർ ഈസ് സ്പെൻഡിങ് ഓൺ ഗുഡ് 2. അതായത് കൺസ്യൂമറുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എൻറ്റയർ ഇൻകം ഗുഡ് 2 പർച്ചേസ് ചെയ്യാനായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഉണ്ടാവുന്നത്. ഇതാണ് രണ്ട് ഇന്റർസെപ്റ്റ് ഇൻ ദി ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ലൈൻ.
P1x1 plus P2x2 equal to M എന്ന് പറയുന്നതാണ് ഈ ബഡ്ജറ്റ് ലൈനിൽ പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ബഡ്ജറ്റ് ലൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. നമ്മൾ എല്ലാ കർവും പഠിക്കുമ്പോഴും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈനിനും അതിന്റെ സ്ലോപ്പ് ഉണ്ട്. അതായത് പ്രൈസ് റേഷ്യോ എന്ന് പറയും. പ്രൈസ് റേഷ്യോ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഇത് എന്താ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? അതായത് നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ എന്താണ് ഗുഡ് 1 അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ ഗുഡ് നമ്മൾ എക്സ്ട്രാ കൺസ്യൂം ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യണത്? വൈ ആക്സിസ് നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ്. വി ആർ സാക്രിഫൈസിങ് good 2 in order to get 1 more unit of x അല്ലേ? അപ്പൊ അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. amount of good 2 sacrificed by 1 extra unit of good 1 is called price ratio or slope of the budget line. അപ്പൊ P1 by P2 ആണ് എന്ത് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, then next one ബഡ്ജറ്റ് സെറ്റിൽ ചേഞ്ചസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ബഡ്ജറ്റ് സെറ്റിൽ വരുന്നത് എന്നുള്ളത്. മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ വരുന്ന ചേഞ്ചസ്, മെയിൻ ആയിട്ട് 2 ചേഞ്ചസ് ആണ് ബഡ്ജറ്റ് ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ആ 2 ചേഞ്ചസ് എന്തുകൊണ്ടൊക്കെയാണ്? ഒന്നെങ്കിൽ കൺസ്യൂമറിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ചേഞ്ചസ് വരാം. ബഡ്ജറ്റ് ലൈനിലെ ചേഞ്ചസ് ഒന്നെങ്കിൽ കൺസ്യൂമറിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ വരാം. അതല്ല എന്നാണെങ്കിൽ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി, നമ്മൾ പറഞ്ഞു ഗുഡ് എക്സ് ഉണ്ട്, ഗുഡ് 1 ഉണ്ട്, ഗുഡ് 2 ഉണ്ട്. അപ്പോൾ ഐദർ ഗുഡ് 1 അല്ലെങ്കിൽ ഗുഡ് 2യുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴും എന്താണ് ബഡ്ജറ്റ് ലൈനിൽ ചേഞ്ചസ് ഒക്കെ അറിയാം. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ഇൻകം ചേഞ്ച് ചെയ്യുകയാണ്. അസ്യൂം ദാറ്റ് നിങ്ങളുടെ ഇൻകം 1000ൽ നിന്ന് 2000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാം. 2 ഗുഡ്സും ഗുഡ് 1ഉം ഗുഡ് 2ഉം നിങ്ങൾക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബഡ്ജറ്റ് ലൈൻ ഇനീഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ലൈനിൽ നിന്ന് ഒരു ഹയർ ബഡ്ജറ്റ് ലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇവിടെ ഫിഗർ നോക്കുകയാണെങ്കിൽ BL ൽ നിന്ന് B1 L1 ആയിട്ട് ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് അപ്വേർഡ്. ഇതാണ് ഇൻക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമറിൽ സംഭവിക്കുന്നത്. When income of the consumer increases, the consumer can buy more of 2 goods. Then the budget line shift rightward അല്ലെങ്കിൽ upward shift ആണ് ഇവിടെ സംഭവിക്കുന്നത്. 2 ഗുഡ്സും കൂടുതൽ വാങ്ങാനായിട്ട് സാധിക്കും. So the entire budget line is shifting to right. അതാണ് ഈ ഡയഗ്രാമിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഇൻകം കുറയുവാണ്. അതായത് ഡിക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഇൻകം കുറയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ 1000 ആയിട്ടുള്ള ഇൻകം 500 ആയിട്ട് കുറയുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കൺസംഷൻ കുറയ്ക്കും. 2 ഗുഡിന്റെ കൺസംഷൻ സൈമൾട്ടേനിയസ്ലി കുറയ്ക്കും. അപ്പോൾ when the income of the consumer decreases, the consumer will buy less of 2 goods. 2 ഗുഡ്സും കുറവേ വാങ്ങത്തുള്ളൂ. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ BL എന്ന് പറഞ്ഞ ലൈന് താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡൗൺവേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡിലോട്ട് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. B1 L1 ആയിട്ട് താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇൻക്രീസ് ഇൻ ഇൻകം, അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ ഇൻകം. നെക്സ്റ്റ് വൺ എന്താണ്? കമോഡിറ്റി അല്ലെങ്കിൽ ഗുഡിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് 2 ഗുഡ് ഉള്ളതെന്ന് പറഞ്ഞു. ഗുഡ് 1ഉം ഫസ്റ്റ് ഗുഡും സെക്കൻഡ് ഗുഡും. ഫസ്റ്റ് ഗുഡ് എന്ന് പറയുന്നത് ഗുഡ് 1നെയാണ് ഫസ്റ്റ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗുഡിന്റെ പ്രൈസ് മാത്രം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ബഡ്ജറ്റ് ഇൻകത്തിന് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓൺലി പ്രൈസ് ഓഫ് ദി ഗുഡ് ഹാസ് ചേഞ്ച്ഡ്. പ്രൈസ് ഓഫ് ദി ഗുഡ് മാത്രം ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ആ ഗുഡിന്റെ പ്രൈസ് കൂടി. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ആ ഗുഡിന്റെ കൺസംഷൻ കുറയ്ക്കാൻ നോക്കും. അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂടിയിട്ടില്ല, നിങ്ങളുടെ മണി ഇൻകം കൂടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നിങ്ങൾ കുറവായിരിക്കും ആ ഗുഡ് കൺസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ കർവ് നോക്കുകയാണെങ്കിൽ അറിയാം, ഇനീഷ്യൽ കർവ് അല്ലെങ്കിൽ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് BL ആണ്. ഗുഡ് 1ന്റെ പ്രൈസ് കൂടിയത് കൊണ്ട് ഈ ഒരു കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. എക്സ് ആക്സിസിൽ മാത്രമായിരിക്കും മൂവ്മെന്റ് ഉള്ളത്. ബിക്കോസ് ഫസ്റ്റ് ഗുഡിന്റെ പ്രൈസ് മാത്രമാണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് എക്സ് ആക്സിസിൽ മാത്രമുള്ള ഒരു ചേഞ്ച് ആണ്. BL1 ആയിട്ട് ഒരു ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. നേരെ ഓപ്പോസിറ്റ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാം അല്ലേ? അതായത് എക്സ് ആക്സിസിലെ ഗുഡ് മാത്രമാണ് പ്രൈസിൽ മാത്രമാണ് ഫോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? The budget line shift towards right only in the x axis. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് ആക്സിസിൽ മാത്രമാണ് ഇവിടെ
ചേഞ്ച് വരുന്നത്. ഓക്കെ, ഗുഡ് എക്സ് മാത്രം അല്ലെങ്കിൽ എന്താ പറയാ ഗുഡ് എക്സ് അല്ലെങ്കിൽ ഗുഡ് വൈ എന്ന് റെപ്രസെന്റ് അല്ലെങ്കിൽ ഗുഡ് വൺ അല്ലെങ്കിൽ ഗുഡ് ടു എന്ന് റെപ്രസെന്റ്. അപ്പൊ ഗുഡ് വൺ എന്നാണ് ഇവിടെ ഗ്രാഫിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഗുഡ് വണ്ണിന്റെ പ്രൈസ് മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കൺസ്യൂം ചെയ്യാം. പ്രീവിയസ്ലി നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോഴേക്കും എന്താണ് BL വരെ കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഗുഡ് വൺ പർച്ചേസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ നെക്സ്റ്റ് എന്താണ് നമ്മുടെ വൈ ആക്സിസിലെ ഗുഡിൽ ചേഞ്ച് വരുവാണ്. വൈ ആക്സിലെ ഗുഡിൽ ചേഞ്ച് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ഈ രണ്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് സെക്കൻഡ് ഗുഡിലും ഒക്കർ ചെയ്യാണ്. അതായത് ഇൻക്രീസ് ഇൻ പ്രൈസസ് സെക്കൻഡ് ഗുഡും ഡിക്രീസ് ഇൻ പ്രൈസസ് സെക്കൻഡ് ഗുഡും. അപ്പോൾ സെക്കൻഡ് ഗുഡിൽ പ്രൈസ് ചേഞ്ച് വരുമ്പോഴേക്കും ഏത് ആക്സിസിലാണ് ചേഞ്ച് വരുന്നത്? വൈ ആക്സിസിലാണ് ചേഞ്ച് വരുന്നത്. അതായത് സെക്കൻഡ് ഗുഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആക്സിസിലാണ്, വൈ ആക്സിസിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഓഫ് ദി സെക്കൻഡ് ഗുഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എന്താണ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ആണ് അവിടെ ഒക്കർ ചെയ്യുന്നത്. സെക്കൻഡ് ഗുഡിന്റെ പ്രൈസ് ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ അവിടെ കൺസംഷൻ കുറയ്ക്കും. B1 L1 എന്നുള്ള രീതിയിലോട്ട് കൺസംഷൻ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡിക്രീസ് ഇൻ പ്രൈസ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ്, അതായത് മുകളിലോട്ട് ചേഞ്ച് ചെയ്യും. BL എന്നുള്ളത് അതിന്റെ ഒരു അപ്വേർഡ് റൈസ് അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് വൈ ആക്സിസിൽ മാത്രമായിരിക്കും ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലാണ് ചേഞ്ചസ് വരുന്നത്. ഇൻകം ഓഫ് ദി കൺസ്യൂമറിലുള്ള ചേഞ്ചും അതേപോലെ തന്നെ ഗുഡ്സിലുള്ള ചേഞ്ചും. ഇൻകത്തിൽ ചേഞ്ച് വരികയാണെങ്കിൽ രണ്ട് ആക്സിസിലും സൈമൾട്ടേനിയസ്ലി ചേഞ്ച് വരും. ദ എൻറ്റയർ ബഡ്ജറ്റ് ലൈൻ ഈസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ഐദർ ലെഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ റൈറ്റ് വേർഡ്. വേറസ് പ്രൈസ് ഓഫ് ദി ഗുഡിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ഏത് ഗുഡാണെന്നനുസരിച്ചിട്ട് ചേഞ്ച് ഡിഫർ ചെയ്യും. ഇപ്പൊ ഗുഡ് വണ്ണിലാണ് ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഗുഡിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ എക്സ് ആക്സിസിൽ മാത്രമായിരിക്കും റൈറ്റ് വേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. വേറസ് ഗുഡ് ടൂയിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് അനുസരിച്ചിട്ട് വൈ ആക്സിസിൽ മാത്രമായിരിക്കും ചേഞ്ച് വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, ഒന്നും കൂടി നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി കേട്ട് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഈ ഡയഗ്രാംസ് എല്ലാം നിങ്ങൾ തന്നെ വരച്ച് തന്നെ നോക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ബട്ട് നിങ്ങൾ ഓരോ സിനാരിയോ നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങൾ വരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു പഠിക്കാണ്ട് ഈ ഡയഗ്രാംസ് എല്ലാം എക്കണോമിക്സിലെ ഡയഗ്രാംസ് എല്ലാം മാക്സിമം വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ. വരയ്ക്കുമ്പോഴേക്കും നിങ്ങൾ ഒറ്റയ്ക്ക് വരയ്ക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഡൗട്ട്സ് അറൈസ് ചെയ്യും. ഇത് എങ്ങോട്ടാണ്, ഈ കർവ് എങ്ങോട്ടാണെന്നുള്ള ഡൗട്ട്സ് അപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്. സോ മാക്സിമം വരച്ച് നോക്കുക. ഓക്കെ, സോ ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് പോർഷനിലോട്ട് പോവാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം എന്ന് പറയും. അതായത് ഇതിനെ തന്നെ വേറെ ഇതിലാണ് പറയുന്നത് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞാലും കൺസ്യൂമർ ഇക്വിലിബ്രിയം തന്നെയാണ്. അതായത് കൺസ്യൂമേഴ്സിന്റെ ഒപ്റ്റിമം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണത് നമ്മളിപ്പോൾ പഠിച്ച എന്താ പറയുക ബഡ്ജറ്റ് ലൈനും അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇൻഡിഫറൻസ് കർവും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു പോയിന്റിലോട്ട് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചപ്പോഴേക്കും നമ്മൾ എന്താ പറഞ്ഞത്? കൺസ്യൂമേഴ്സ് നോർമലി എന്താ പ്രിഫർ ചെയ്യണത്? ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്സ് ആണ് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യണത്. ബിക്കോസ് എന്താണ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അതായത് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് ഗീവ് ഗ്രേറ്റർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് തരുന്നത്. ബട്ട് ഇവിടെ എന്താണ് ഹിസ് എബിലിറ്റി ടു പർച്ചേസ് ദ ഗുഡ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ഇൻകം ഷോൺ ബൈ ദ ബഡ്ജറ്റ് ലൈൻ. ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് ഹയസ്റ്റ് യൂട്ടിലിറ്റി തരുമെങ്കിലും എന്താണ് നമുക്ക് ആ ഹയസ്റ്റ് യൂട്ടിലിറ്റി കിട്ടാനായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ല എന്നാണെങ്കിൽ നമുക്കത് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ബഡ്ജറ്റ് ലൈനും നോക്കിയിട്ട് ആ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി ടാൻജന്റ് ആവുന്ന പോയിന്റിലാണ് ആക്ച്വലി ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർലി മനസ്സിലാവും സംഭവം. അപ്പോൾ consumers will be in equilibrium at a point where his budget line is tangent to the highest indifference curve. അതായത് ഉള്ള ഇൻഡിഫറൻസ് കർവിൽ ഹയസ്റ്റ് ആയിരിക്കണം ആൻഡ് കണ്ടീഷൻ എന്താണ് ഹയസ്റ്റ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ അത് ബഡ്ജറ്റ് ലൈനായിട്ട് ടാൻജൻസിയിലും വേണം. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയിന്റ് where rational consumer can enjoy maximum satisfaction with his limited income. അതായത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് എന്താണ് ഹീസ് ബൗണ്ട് ടു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ.
അപ്പൊ ആ ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻകത്തിൽ അദ്ദേഹത്തിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ആൻഡ് ഈ ഒരു പോയിന്റിൽ ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്താണ്? പ്രൈസ് റേഷ്യോ അല്ലെങ്കിൽ P1/P2. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഷുഡ് ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇതാണ് നമുക്ക് ഇക്വിലിബ്രിയത്തിലോട്ട് എത്തേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ എക്സ് ആക്സിസിൽ കൊമോഡിറ്റി എക്സ് അല്ലെങ്കിൽ ഗുഡ് 1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വൈ ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് കൊമോഡിറ്റി വൈ അല്ലെങ്കിൽ ഗുഡ് 2. ഓക്കെ, നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഉണ്ട്. BC എന്ന് പറയുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് 4 IC കർവ്സ് കാണാൻ പറ്റും. IC1, IC2, IC3, IC4 അങ്ങനെ 4 ICs ആണ് നമുക്കുള്ളത്. ആൻഡ് ഇതില് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആകുന്നത് അറ്റ് പോയിന്റ് ഇയിലാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആവുന്നത്. അതായത് ഇൻ ദിസ് പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഇൻഡിഫറൻസ് കർവ് ഇസ് ടാൻജന്റ് ടു ബഡ്ജറ്റ് ലൈൻ. ബാക്കിയുള്ള ഇൻഡിഫറൻസ് കർവിലൊന്നും ആ ടാൻജൻസി നമുക്ക് കിട്ടുന്നില്ല. ആൻഡ് ഈ പോയിന്റ് M നോക്കുവാണെങ്കിൽ അത് ബഡ്ജറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ എന്താണ്? ടാൻജൻസി വരുന്നില്ല അല്ലേ? ഹയർ ഇൻഡിഫറൻസ് കർവ് ഒബ്വിയസ്ലി IC2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാൻജൻസി വരുന്ന പോയിന്റ് അതായത് ബഡ്ജറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഹയർ IC ആവുന്ന പോയിന്റിലാണ് നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ the consumer is in equilibrium at point E where his budget line BL is tangent to the indifference curve. At this point എന്താണ്? consumers OX level of commodity X and OY level of commodity Y ആണ് purchase ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിനുള്ള രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റ്സ് ആണ്. അതായത് ടാൻജൻസി, അതായത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഹിസ് ബഡ്ജറ്റ് ലൈൻ ഇസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ് ആയിരിക്കണം. അതേപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ ഫുൾഫിൽ ചെയ്യണം നോക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു ഇതിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് SC ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ് ചോദിച്ചെന്നിരിക്കത്തില്ല. ഡെമോൺസ്ട്രേറ്റ് ദി ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടാവാം. അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് പറയണം. ദെൻ അതിൽ നിന്ന് വേണം കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ലെവൽ ഓഫ് കൺസംഷനിലോട്ട് എത്താനായിട്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡയഗ്രാം എപ്പോഴും ചോദിക്കാം. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും അറിഞ്ഞുകൂടാന്നാണെങ്കിലും ഈ ഗ്രാഫ് എങ്കിലും വരച്ച് വെക്കുക. ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് വരച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുള്ള ഒരു ഐഡിയ കിട്ടും ഗ്രാഫ് കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് മാക്സിമം വരച്ച് പഠിക്കുക. ജസ്റ്റ് നോക്കി വിടാണ്ട് മാക്സിമം വരച്ച് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.